ഒരു സത്യസന്ധമായിട്ടുള്ള തരത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനെ മുഴുവൻ പൂർണ്ണമായിട്ട് കൊമേഴ്സ്യലൈസ് ചെയ്ത് പണം വാങ്ങാൻ വേണ്ടി മാത്രം, അതായത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ എങ്ങനെ വിറ്റ് പണമുണ്ടാക്കുക. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്നത് വിശ്വാസത്തെ മാത്രം വിറ്റിട്ടാണ്. ഒരാൾക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് ആവശ്യമില്ല വിശ്വാസത്തെ വിൽക്കുമ്പോൾ. ഇന്നതൊക്കെയാണ് എന്ന് പറയുന്ന സാധനം ഇതിവിടെ എഴുതി ഞാൻ എന്താ ചെയ്യാനാണ്, ഇത് ഓലയിൽ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞു. കാരണം ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഓലയിൽ നിങ്ങളെപ്പറ്റി പറയും, നിങ്ങളുടെ ഓലയാണിത്, നിങ്ങളെപ്പറ്റി ഇത് പറയുന്നു. ഇന്നൊരു പക്ഷേ പല ജ്യോത്സ്യന്മാരും ഇതേ സംഭവം തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പൂജാരികൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം, പലരും ചെയ്യുന്നുണ്ടാവാം. വിശ്വാസത്തെ വിൽക്കുക. വിശ്വാസം എന്നുള്ള സംഭവത്തെ കൊണ്ടുവരുമ്പോൾ ഇവൻ്റെ ഒരു ആകാംക്ഷയും കൂടി അവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. ഇവർ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിലൊന്നും എന്തുമാത്രം ഇതൊക്കെ നമുക്ക് ഒന്ന് അനുഭവിക്കാനും എന്താണെന്ന് പഠിക്കാനുമൊക്കെ തീർച്ചയായിട്ടും പോകാം. ഇതിലൊന്നും ഒരിക്കലും നമ്മൾ സ്ട്രക്കാവാതിരിക്കാൻ നോക്കുക. ഇവർ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഓലയിൽ ഇങ്ങനെ കണ്ടതുകൊണ്ടോ നമ്മൾ ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ മനുഷ്യനായിട്ട് തന്നെ ആയിരുന്നു എന്ന് പോലും നമുക്ക് യാതൊരു നിശ്ചയമില്ല. ഈ ജന്മം എന്തായിരുന്നു എന്ന് നമുക്ക് നിശ്ചയമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പറയുക, ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള ഉടായ്പകൾ നടക്കുന്നുണ്ടെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം പോവുക, കാണുക, കേൾക്കുക. അല്ല, ഇത് പറയുമ്പോഴേ വിദേശത്തു നിന്നൊക്കെ ഏതെങ്കിലും ഈ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് പോയി കഴിയുമ്പോൾ ഇവർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ പേരുകളൊക്കെ ചോദിച്ച് കഥ ഉണ്ടാക്കിയെടുക്കാൻ. കാരണം ഒരു ഇവിടുത്തെ ഉള്ള കഥകൾ കുറച്ചൊക്കെ അവർക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അല്ല, ഏത് സായിപ്പ് വന്നാലും ഇവർ തമിഴ്നാട്ടിൽ ജനിച്ച ഏതെങ്കിലും ഒരു ജമീന്ദാരുടെയോ ഒരു ജന്മയുടെയോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ പേര് മാത്രമേ അവിടെ വരാറുള്ളൂ. തമിഴ്നാടിൻ്റെ ഇപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു രാജാവോ കർണാടകത്തിലെ ഒരു രാജാവോ രാജസ്ഥാനിലെ ഒരു രാജാവോ ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരുടെ കഥയിലേക്ക് ഇവർക്കറിയാവുന്ന കഥയിൽ മാത്രമേ അവർ ആ സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ഒരു സായിപ്പ് വന്ന് നോക്കിയാലും മലയാളി പോയി നോക്കിയാലും കിട്ടുന്ന ഉത്തരത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാനില്ല. ഇപ്പം വന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇവർ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട്, അഗസ്ത്യർ നാഡി ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ഉള്ളതുകൊണ്ടാണല്ലോ മലയാളികൾ അത്രയധികം അങ്ങോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ആയിരിക്കുമല്ലോ ഇവിടെ കേരളത്തിലും പല ഭാഗങ്ങളിലും ഇവർ ഇത്തരം ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള കാരണം. കച്ചവടം കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് കൂടുതൽ ആൾക്കാർ ആകൃഷ്ടരാകുമെന്ന് സംശയമില്ല.